ഇന്ന് രാവിലെ പോലും നല്ല മഴ. ഞാൻ ചോദിച്ചു എങ്ങനെ റോഡ് ഷോ നടക്കും. ഞാൻ ഒരുങ്ങുന്ന സമയത്ത് പുറത്ത് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ്, ഒരു കുഴപ്പമില്ല. അത്രയും നേരം പെയ്ത മഴ കാണുന്നില്ല. ഞാൻ പ്രചരണത്തിൽ നിൽക്കുമ്പോൾ വണ്ടി കയറുന്നതിന് തൊട്ട് മുന്നേ വരെ മഴ, വണ്ടി കയറിയ മഴയില്ല. അപ്പോൾ കാലാവസ്ഥ വരെ നമുക്ക് അനുകൂലമായിരുന്നു. എനിക്ക് ഈ വലത്തേക്കാളുടെ ചിലപ്പോൾ ചില സമയത്ത് മൂവ്മെന്റ് പ്രശ്നം വരാറുണ്ട്. ആ ഞാനാണ് അതിവേഗതയിൽ ഞാൻ ഓടുന്നു, അതിവേഗതയിൽ ഞാൻ എല്ലാ മുക്കുമൂലയും കവർ ചെയ്ത് നടക്കുന്നു. എനിക്ക് എവിടുന്നോ കിട്ടുന്ന ഒരു എനർജി, ആരോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ. ഇതിലും കൂടുതൽ ഇനി ഞാൻ ഇന്നും കൂടെ ഇപ്പൊ ലാസ്റ്റ് ഒരു വേദിയിൽ പ്രസംഗിച്ചു വന്നത്, ഞാൻ ഇത്രയും ദിവസം ഓടിയ ഓട്ടം മാരത്തോൺ ഓട്ടാന്നാണ് എന്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർ പറയുന്നത്. അതിവേഗതയിലാണ് ഈ കുട്ടി ഓടുന്നത്. വെയിലോ ഈ രാത്രിയോ ഇതൊന്നും അഞ്ജലിയെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല, വരുന്നില്ല. കാരണം ഇപ്പം എന്നെ അറിയുന്നവർക്കറിയാം, ചേച്ചിക്കും അറിയാം. Election work is also under sun. Sun is really kissing me. I love that kissing. എനിക്ക് ഞാൻ രാവിലെകളിൽ വളരെ നേരത്തെ എണീക്കുകയും വളരെ വൈകി കിടക്കുകയും പിന്നെ കുഞ്ഞിന്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ രാത്രി ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഈ പറയുന്ന പോലെ വെള്ളം കുടി, ഭക്ഷണം കഴിക്കലൊന്നും സമയത്തിന് ചില സമയത്ത് ആവാറില്ല. അപ്പൊ ഇത് എന്നെ ആരോ ഏതൊരു ശക്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ലിറ്ററലി. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ശരി, ചിലപ്പോ ഇവരുടെയൊക്കെ സങ്കടങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം ആ തൃപ്പൂണിത്തറക്കാരിയായി എന്നെ ദൈവം ഇവരുടെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. വേറെ ആർക്കും ചിലപ്പോൾ ഇതൊന്നും ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഈ ഒരു ക്യാമ്പയിനിങ് എന്ന് പറയുന്നത് സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അഞ്ജലിക്ക് എല്ലാ അർത്ഥത്തിലും പുതുമ തന്നെയാണ്. നമ്മളൊരു പക്ഷെ ഇത്രയും നാളും അഞ്ജലി പുറമെ ഇലക്ഷൻ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും കാൻഡിഡേറ്റ്സ് ക്യാമ്പയിനിങ്ങിന് വേണ്ടി പോകുന്നതും. പക്ഷെ അവർ ഗോ ത്രൂ ചെയ്യുന്നതായിക്കോട്ടെ, ഇത്രയും സ്ട്രെസ്ഫുൾ ആണ് അവരുടെ ലൈഫ്, ഇതൊന്നും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇന്നിപ്പം അഞ്ജലി അതിലേക്ക് പെട്ടെന്ന് അങ്ങ് സ്റ്റെപ്പ് ഇൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ ഡ്രാസ്റ്റിക് ചേഞ്ച് അത് ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട്. ഞാൻ പറഞ്ഞില്ല, പൂർണ്ണത്രേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക്. ഞാൻ രാവിലെകളിൽ വളരെ നേരത്തെ എണീക്കുകയും വളരെ വൈകി കിടക്കുകയും പിന്നെ കുഞ്ഞിന്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ രാത്രി ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഈ പറയുന്ന പോലെ വെള്ളം കുടി, ഭക്ഷണം കഴിക്കലൊന്നും സമയത്തിന് ചില സമയത്ത് ആവാറില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് അസുഖം വരുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അടുത്ത് കൂടെ പോയി എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ ഇത്രയും ദിവസമായിട്ട് എന്നെ ഒരു ജലദോഷം പോലും ബാധിച്ചിട്ടില്ല. അത് ഇത്രയും വെയിൽ കൊണ്ടിട്ട് പോലും എന്നെ ഒരു രീതിയിലും ടച്ച് വുഡ് എനിക്കത് അതെങ്ങനെ പറയണം എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. എനിക്ക് ഈ വലത്തേക്കാളുടെ ചിലപ്പോൾ ചില സമയത്ത് മൂവ്മെന്റ് പ്രശ്നം വരാറുണ്ട്. ആ ഞാനാണ് അതിവേഗതയിൽ ഞാൻ ഓടുന്നു, അതിവേഗതയിൽ ഞാൻ എല്ലാ മുക്കുമൂലയും കവർ ചെയ്ത് നടക്കുന്നു. എനിക്ക് എവിടുന്നോ കിട്ടുന്ന ഒരു എനർജി, ആരോ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ. ഇതിലും കൂടുതൽ ഇനി ഞാൻ ഇന്നും കൂടെ ഇപ്പൊ ലാസ്റ്റ് ഒരു വേദിയിൽ പ്രസംഗിച്ചു വന്നത്, ഞാൻ ഇത്രയും ദിവസം ഓടിയ ഓട്ടം മാരത്തോൺ ഓട്ടാന്നാണ് എന്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകർ പറയുന്നത്. അതിവേഗതയിലാണ് ഈ കുട്ടി ഓടുന്നത്. അതിനേക്കാളും 10 മടങ്ങ് കൂടുതൽ ഞാൻ ഈ 4 ദിവസം കൊണ്ട് ഓടാൻ ഞാൻ എന്നെ തന്നെ പ്രാപ്തിയാക്കുകയാണ്. അപ്പൊ ഇത് എന്നെ ആരോ ഏതൊരു ശക്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ലിറ്ററലി. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ശരിക്കും എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെയിലോ ഈ രാത്രിയോ ഇതൊന്നും അഞ്ജലിയെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല, വരുന്നില്ല. കാരണം ഇപ്പം എന്നെ അറിയുന്നവർക്കറിയാം, ചേച്ചിക്കും അറിയാം, മോൾ എന്നെ വിട്ട് നിൽക്കാത്ത ഒരാളാണ്. ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഞാൻ അവളെ വിട്ടു നിന്നിട്ടില്ല. ഞാൻ ഷൂട്ടിങ്ങിന് പോയാലും എവിടെ പോയാലും അവൾ എന്റെ അടുത്തുണ്ടാവും. ആ കുട്ടി രാവിലെ മുതൽ രാത്രി 11 മണി വരെ എന്നെ വിട്ട് നിൽക്കുകയാണ്. അത് അന്വേഷിക്കാറുമില്ല. ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ അഡ്ജസ്റ്റഡ് ആണ്. അവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇറ്റ്സ് ഹാപ്പനിങ്. നല്ല മഴ, ഇന്ന് രാവിലെ പോലും നല്ല മഴ. ഞാൻ ചോദിച്ചു എങ്ങനെ റോഡ് ഷോ നടക്കും. ഞാൻ ഒരുങ്ങുന്ന സമയത്ത് പുറത്ത് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റ്, ഒരു കുഴപ്പമില്ല. അത്രയും നേരം പെയ്ത മഴ കാണുന്നില്ല. ഞാൻ പ്രചരണത്തിൽ നിൽക്കുമ്പോൾ വണ്ടി കയറുന്നതിന് തൊട്ട് മുന്നേ വരെ മഴ, വണ്ടി കയറിയ മഴയില്ല. അപ്പോൾ കാലാവസ്ഥ വരെ നമുക്ക് അനുകൂലമായിരുന്നു. ഇതൊരു പുസ്തകത്തിൽ എഴുതിയെടുക്കണ അത്രയും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അപ്പൊ എല്ലാം അനുകൂലമായിട്ട് വരുമ്പം ഞാൻ അതിനെല്ലാം പോസിറ്റീവായിട്ട് കാണുകയാണ്. മത്സരം പോസിറ്റീവായിട്ട് കാണുന്നു. മറ്റു 2 സ്ഥാനാർത്ഥികളെ ഞാൻ എപ്പോഴും പ്രചരണത്തിനിടയിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണും. ഞാൻ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാനും അവരുടെ കൂടെ സംസാരിക്കാനും അവരോട് തന്നെ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അവരും അത് സൗഹൃദപരമായിട്ടാണ് സംസാരിക്കാറ്.
അങ്ങനെ പോട്ടെ. അപ്പം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഇതിന്റെ ബാലപാഠങ്ങൾ പോലും കോളേജിലോ സ്കൂളിലില്ല, കോളേജ് ലൈഫിൽ എങ്ങാനും പൊളിറ്റിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും അർത്ഥത്തില് ഒരു ബന്ധമോ കാര്യങ്ങളോ ഞാൻ ഉണ്ടായിട്ടുണ്ടോ? തൃപ്പൂണിത്തുറ NSS കോളേജിൽ ചേർന്ന ആ ഒരു വർഷം അവിടെ കടുത്ത പൊളിറ്റിക്സ് നടക്കുന്ന ഒരു കാലയളവായിരുന്നു. അത് പലരുടെയും ഈഗോ ഹേർട്ട് ചെയ്യുകയും പല കോംപ്ലക്സുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ഞാൻ കണ്ണോട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തന്നെയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് ടീച്ചേഴ്സിനോട് പറയുകയും ഈ സീനിയേഴ്സ് ജൂനിയേഴ്സ് റാഗിങ് പൊളിറ്റിക്സ് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ അതെല്ലാം നമ്മൾ അവിടെ നിന്ന് തുടച്ചു മാറ്റി. ആ ഒരു കാര്യങ്ങളെ പിന്നീട് ഇല്ലാതെയായി. പിന്നെ എന്താ പറയുക, സീനിയേഴ്സ് ജൂനിയേഴ്സ് എന്നില്ലാതെയായി. ഇപ്പം ഞാൻ +1 പോലും എന്നെ ഡിഗ്രി 3rd ഇയറിലെ ആൾക്കാർ ഫ്രണ്ട്ഷിപ്പായിട്ട് ഞാൻ പെട്ടെന്ന് കണക്റ്റഡ് ആവും എല്ലാവരുമായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബാരിയർ അവിടെ അങ്ങനെ മാറി. ആ പൊളിറ്റിക്സ് എന്നുള്ള സാധനം അവിടെ നിന്ന് മാറി. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്റെ മാത്രം ആശയമാണ്. നമ്മളിപ്പം MLA ആയതിനു ശേഷം നമ്മളുടെ അടുത്തേക്ക് ഓടി വന്ന് മോളെ അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട് നമുക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അത് കേൾക്കാനുള്ള മനസ്സും അത് പോവാനുള്ള മനസ്സും അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സും ഉണ്ടാവണം. ഇല്ലെങ്കിൽ എത്രത്തോളം വലിയ രാഷ്ട്രീയം അറിയാന്ന് പറഞ്ഞാലും അതിൽ കാര്യമില്ല, എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ അവർ പറയുന്നത് മോളെ 10 വർഷമായി നമ്മളിതൊന്ന് ചെയ്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എവിടെയായിരുന്നു ഈ രാഷ്ട്രീയക്കാര്? ഇതില് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പാർട്ടിക്കാരും നമ്മൾ കുറ്റം പറയല്ല, അവരുടെ സങ്കടം എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ഞാൻ പറയുന്നത്. ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഞാൻ വികസനത്തിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുക്കാം, 2 ഡയലോഗ് അടിക്കാന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ പറയണ മക്കളെ നമുക്ക് വികസനം അല്ല, വെള്ളമില്ല കുടിക്കാൻ, റോഡില്ല ഒന്ന് യാത്ര ചെയ്യാൻ, ആംബുലൻസ് ഒക്കെ വണ്ടിയൊക്കെ വന്ന് അത്രയും ദൂരം നമ്മളൊരാൾ എടുത്തു പൊക്കിക്കൊണ്ട് പോകണം, എലി കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും, ഓരുവെള്ളത്തിന്റെ പ്രശ്നമാണ്, സ്ലാബ് ഇടാത്തതുകൊണ്ട് പ്രശ്നമാണ്, വെള്ളം കെട്ടി കണ്ടില്ല എത്രയോ കിലോമീറ്ററോളം വെള്ളം കെട്ടി നിൽക്കുന്ന വീടുകളാണ്, ഇത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാം, ഇങ്ങനെ ഒരു 1008 പ്രശ്നങ്ങൾ. അപ്പൊ എവിടെയായിരുന്നു ഈ ഭരിച്ച ആൾക്കാരൊക്കെ? അപ്പൊ ഇതെല്ലാം നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കാൻ ഞാൻ ഇറങ്ങാൻ റെഡിയാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. അല്ലാതെ എനിക്ക് കുറെ ഘോര പ്രസംഗം നടത്തിയിട്ടോ കുറേയൊക്കെ ക്ലാസ് എടുത്ത് ട്രെയിനിങ് പഠിച്ചിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഈ പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ അഞ്ജലി ഇപ്പൊ പറയുമ്പോ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറെയൊക്കെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഓരോരുത്തരും അനുഭവിക്കുന്ന സഫോക്കേഷനും ബുദ്ധിമുട്ട് പലതരത്തിലുള്ള നമ്മൾ കാണുന്നുണ്ടാവും, കേൾക്കുന്നുണ്ടാവാം. പക്ഷേ ഇന്നിപ്പോ അഞ്ജലി പല ഏരിയയിലൂടെ പല ദിക്കിലൂടെ എല്ലാ നൂക്ക് ആൻഡ് കോർണറിലും എല്ലായിടത്തും കയറി ഇറങ്ങി നേരിട്ട് കാണുകയാണ്, വിഷ്വലൈസ് ചെയ്യാൻ നേരിട്ട് പോയിട്ട് കണ്ണുകൊണ്ട് കാണുകയല്ലേ ഇതെല്ലാം. അന്നേരം അഞ്ജലി ആ കാണുന്ന വേദന എന്ന് പറയണത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് കുറെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അതൊക്കെ ഒരുപാട് വേദനയും തരുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, പ്രായത്തിൽ മൂത്ത അങ്കിൾമാരെന്ന് വിളിക്കാം, അവര് എൻ്റെ കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ലിറ്ററലി അവർ പൊട്ടിക്കരയാണ്. ഒന്നും സംസാരിക്കാനില്ല അവർക്ക്, അവർ പൊട്ടിക്കരയാണ്. അതേപോലെ ഓരോ അമ്മമാര്, കുഞ്ഞു മക്കള്, ചെറിയ എന്താ പറയുക, ഒരു 10 മാസം 12 മാസമുള്ള മക്കളൊക്കെയാണ് ആ ഒരു എലി കടിക്കുന്ന കുടുംബത്തിലൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എത്രയും ചെറിയ കുട്ടി വരെ ഉണ്ട്. ആ കുട്ടീനെ ഒന്ന് ഉറക്കി കിടത്താൻ പോലും പേടിയാണ് ഇവർക്ക്, എലി കടിക്കുന്നുള്ളതുകൊണ്ട്. 5 പ്രാവശ്യം കടിച്ചൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. മരുന്ന് വാങ്ങാൻ കാശില്ലാതെ പുള്ളി പിന്നെ നിർത്തി, എലി കടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി അതിന് പിന്നെ വിട്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ്. അപ്പൊ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ തന്നെ ജയിക്കണേ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരാൻ ഈ ഒരു 2 ശക്തി എൻ്റെ കൂടെ ഉണ്ട്. BJP 2020 2 ഫണ്ട് ചെയ്യാൻ പറ്റുന്ന 2 പാർട്ടി പ്രസ്ഥാനങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. ചിലപ്പോൾ ഇവരുടെയൊക്കെ സങ്കടങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം ആ തൃപ്പൂണിത്തുറക്കാരിയായി എന്നെ ദൈവം ഇവരുടെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. വേറെ ആർക്കും ചിലപ്പോൾ ഇതൊന്നും ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഒരു സ്ത്രീയും കൂടെ ആയ സ്ഥിതിക്ക് മറ്റൊരു സ്ത്രീ വേദനകൾ പറയുമ്പോൾ, അവരുടെ വേവലാതികൾ പറയുമ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ അത് നമുക്ക് കണക്റ്റഡ് ആവും അല്ലെ? പല ഏരിയയിലും അവരുടെ ആ ഇമോഷൻ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്ത് അതിന് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കൊടുക്കണം എന്നുള്ളതായിരിക്കും ഇപ്പൊ അഞ്ജലിയുടെ ഉള്ളിലത്തെ തീർച്ചയായിട്ടും ഒരു ഇതല്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏപ്രിൽ 9 എല്ലാവരും പരമാവധി ചക്കയിൽ ചിഹ്നത്തിൽ കുത്തണമെന്നും മെയ് 4 എൻ്റെ പേര് തന്നെ വരണമെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുത്തേ മതിയാവുള്ളൂ. അതിന് എത്രത്തോളം ഫണ്ട് ബാക്കപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാമെന്ന് എനിക്ക് എൻ്റെ 2 പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് വാക്ക് തന്നിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് അവർക്കത് ചെയ്തു കൊടുക്കണം. അതിനപ്പുറത്തേക്കേ ഉള്ളൂ വികസനങ്ങളൊക്കെ.
അഞ്ജലി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ പലതവണ ഹസ്ബൻഡിന്റെ അടുത്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടായിരിക്കും ചേട്ടാ എന്നെ അവർ വിളിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ? കാരണം നമുക്കറിയാം BJP NDA ഇവര് ഒന്നിച്ചു വന്നപ്പോഴത്തേക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ അവര് വിളിക്കുന്നുണ്ടായിരുന്നു, പലരായിട്ടും കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ പലരുടെയും പേരുകളിൽ ഇടയിൽ എന്റെ പേര് വന്നു പോയതായിരിക്കാം, എന്നാലും എന്തുകൊണ്ട് എന്നെ അവർ വീണ്ടും വിളിക്കുന്നു? എന്താണ് അഞ്ജലിക്ക് അതിനൊരു ഉത്തരം കിട്ടിയത്? അതാ ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരം. എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് ഇല്ല. ഒന്നാമതേ അറിയില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഇല്ല. ഞാൻ അത് അന്വേഷിച്ചിട്ടില്ല, അതെന്താണ് എന്റെ പേര് എങ്ങനെ വന്നു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. രണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ എൻ്റെ പേര് അനൗൺസ് ചെയ്ത് ഞാൻ കുറച്ച് പേരെടുത്ത് അവിടെ ചെന്നെത്തി ഞാൻ ആരാണെന്ന് പറയുന്നത് വരെ പകുതിയിൽ കൂടുതൽ ജനങ്ങൾക്കറിയില്ല ഞാൻ തൃപ്പൂണിത്തുറക്കാരിയാണ് എന്നുള്ളത്. കുറച്ച് പേര് സുപരിചിതാവുന്നത് എങ്ങനെയാ, നമ്മുടെ തറവാടിനോട് ചേർന്നുള്ള കുറച്ച് ബന്ധുക്കൾക്കും വളരെ കുറച്ചടുത്ത സുഹൃത്തുക്കൾക്കും അച്ഛൻ്റെ കുറെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അത്തരം കുടുംബക്കാർക്ക് അറിയാമെന്നല്ലാതെ ഈ 2 ലക്ഷത്തോളം മണ്ഡലത്തിൽ താഴെ വരുന്ന വോട്ടർമാർക്ക് അറിയില്ലായിരുന്നു ഞാൻ തൃപ്പൂണിത്തുറയിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ എനിക്ക് എത്രമാത്രം അടുപ്പമുള്ളതാണെന്നുള്ളത്. തൃപ്പൂണിത്തുറ എൻ്റെ തറവാട്ടിൽ എൻ്റെ അച്ചച്ചൻ 104ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അച്ചമ്മ ഭാർഗവി അമ്മിണിയമ്മ എന്ന് പറഞ്ഞ അവിടെ എല്ലാവർക്കും അറിയാവുന്ന അച്ചമ്മയ്ക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ജോത്സ്യം ആണെങ്കിലും ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും വായനയുടെ കാര്യത്തിലാണെങ്കിലും 86ാം വയസ്സിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇല്ലാതെ കൈലാസത്തിൽ പോയ ഒരു വ്യക്തിയാണ് എൻ്റെ അച്ചമ്മ. ഇവിടെയാണ് പാർട്ടിക്കാരുണ്ടായിരുന്നത്, നമ്മുടെ വീട്ടിലാണ് പാർട്ടിക്കാരുണ്ടായിരുന്നത്. ഈ BJP എന്ന് പറയുന്ന ഈ സോക്കോൾ പ്രസ്ഥാനത്തിൽ ഒരുപാട് തുടക്കക്കാർ തുടങ്ങിയത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് എഴുതി വെക്കപ്പെട്ട പോലെ എനിക്കത് വരികയായിരുന്നു. നിയോഗം അതാണ് ആദ്യം ഉപയോഗിച്ച വാക്ക്, നിയോഗം, അല്ലാതെ മറ്റൊന്നും അല്ല. ഇതിനകത്ത് എനിക്ക് വേറെ ഉത്തരം കിട്ടാനും ഇല്ല, വേറെ ഉത്തരം തേടി പോവാൻ എനിക്ക് താല്പര്യവും ഇല്ല. അഞ്ജലി എല്ലാം കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. വോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. കറക്റ്റ് ആയിട്ട് പോയി വോട്ട് ചെയ്യുന്നു. ഞാൻ മാക്സിമം ഷൂട്ട് മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ എനിക്ക് പറ്റാതെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് വോട്ടിംഗ് ഡേറ്റിൽ ഞാൻ ആ ദിവസം ഉണ്ടാവും. ഇപ്പോ അഞ്ജലി ഒരുപാട് പ്രതീക്ഷയിൽ നിൽക്കുന്നു, ഫുൾ സന്തോഷമാണ്. എനിക്ക് കാണാൻ പറ്റുന്നത് ഇന്നിപ്പം രാത്രിയെ ഇന്നത്തെ ഡേ തീർന്നു, ബട്ട് ഇന്നത്തെ ഫുൾ ഹെക്ടിക് ഡേയുടെ ശേഷം അഞ്ജലിയിൽ നിന്നും എനിക്ക് കിട്ടുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അഞ്ജലിക്ക് മതിയാവുന്നില്ല, ഇനി 4 ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യണം, ആ ഒരു ത്രില്ലിങ്, ആ ഒരു സംഭവമാണ് എനിക്ക് ഫുൾ കിട്ടുന്നത്. ഇതിനിടയിലും അഞ്ജലി എന്താ പറയുക, എത്രയോ സിനിമകളിൽ അഭിനയിച്ചു, എത്രയോ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്തു. ഒരൊറ്റ ക്യാരക്ടറിന് പോയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടില്ല, ഒരാള് ട്രോളിയിട്ടില്ല. 3 ഇയേഴ്സ് ആയിട്ട് അഞ്ജലിനെ എല്ലാവരും ഫാമിലിയിലെ കുട്ടി എന്നുള്ള രീതിയിൽ ആ ഒരു ഇഷ്ടവും അങ്ങനെയൊക്കെയാണ് അഞ്ജലിക്ക്. പക്ഷെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു, 1 മാസം കൊണ്ട് അഞ്ജലി ഫേസ് ചെയ്ത ഒരുപാട് ട്രോളുകളുണ്ട് അല്ലെ? അത് കുറെയൊക്കെ നമുക്ക് ചിരിച്ചു വിടാം. എനിക്ക് തോന്നുന്നു ചിലതൊക്കെ അഞ്ജലിനെ ചിലപ്പോൾ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. പിന്നെ നേരിട്ട് അഞ്ജലി ചെല്ലുമ്പോൾ വോട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആരാ, നിങ്ങൾ ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ കുറെ ചോദ്യങ്ങളും, ഇതൊക്കെ അഞ്ജലിനെ ശരിക്കും ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? എന്നെ സത്യം പറഞ്ഞ ഒന്നും ഹേർട്ട് ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ പോയ സ്ഥലങ്ങളില് ഒരു 5 മിനിറ്റോളം നടന്ന ഇൻസിഡന്റിന്റെ 30-60 സെക്കൻഡാണ് പുറത്തു വരുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു ഗ്രൗണ്ടിൽ പോയി സംസാരിച്ചപ്പം അവിടെ എല്ലാവരോടും ഞാൻ വോട്ട് ചോദിക്കുകയും അതിന്റെ രീതിയിൽ സംസാരമൊക്കെ കഴിഞ്ഞ് എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് അതിലൊരു പയ്യൻ, ചേച്ചി എന്നാലും ദൃശ്യം 2 ലാലേട്ടനെ ചതിച്ച ഒരാളാണല്ലോ, അപ്പൊ ഞാൻ ആ കുട്ടിയോട് ആ അടുപ്പത്തിലാണ് സംസാരിക്കുന്നത്, മോനെ ഞാൻ ദൃശ്യം 2 ലാലേട്ടനെ ചതിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ പുലിമുരുകൻ ലാലേട്ടന്റെ അമ്മയായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ലാലേട്ടന്റെ ഒപ്പത്തിൽ അനിയത്തിയായിരുന്നു. അത് പിന്നെ അനിയത്തി അപ്പോഴും അനുഗ്രഹം വാങ്ങാതെയാണല്ലോ പോയത്, അതും ചതിച്ച പോലെ തന്നെയാ ലാലേട്ടനെ എന്നൊരു കോൺവെർസേഷൻ അവിടെ ഉണ്ടായത് ഏറ്റവും ലാസ്റ്റ് ആണ്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് വന്നപ്പം വോട്ട് ചോദിക്കാൻ ഞാൻ സിനിമകളുടെ എണ്ണം പറയുന്നു എന്നുള്ള രീതിയിൽ വന്നു. അതേപോലെ ഞാനൊരു അമ്പലത്തിൽ അന്നദാനം നടക്കുന്ന സമയത്ത് നടന്ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപ്പൂപ്പൻ പറഞ്ഞു, അഭിനയിക്കുകയാണ് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന അമ്മൂമ്മ പറഞ്ഞു, എന്തിനാ ആ കുട്ടീനെ അങ്ങനെ പറയണത്? അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും താമര എന്നുള്ള ചിഹ്നം മാറിയത് കൊണ്ടായിരിക്കാം, ചക്കച്ചിഹ്നം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ നീരസം ഉണ്ടായിരിക്കാം. താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര, മോൾ അങ്ങനെ കണക്കാക്ക്, ചക്ക തുറക്കുമ്പോൾ താമരയുടെ ഇതളുകളാന്നുള്ള രീതിയിൽ കണക്കാക്ക്, മോള് ധൈര്യമായിട്ട് പോയി എല്ലാവരോടും വോട്ട് ചോദിക്കേ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നിലേക്ക് ഫീഡ് ചെയ്ത് തരുമായിരുന്നു. അത് ഞാൻ സംസാരിച്ചു വന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞത് രീതിയിലായി. അതെ, അത് ഞങ്ങൾ കേൾക്കുന്നത്. അഞ്ജലി, ഞാൻ ചോദിക്കവിടെ അഞ്ജലി അത് എങ്ങനെയാ? അതാണ് ഞാൻ പറയട്ടെ, പകുതി മുക്കാൽ കാര്യങ്ങളും പുറത്ത് വരുമ്പം വേറെ രീതിയിലാണ് അത് വരുന്നത്. ഇപ്പം ചില സ്ഥലത്ത് ഞാൻ ഓടി നടന്ന്
ഞാൻ ഒരു വോട്ട് ചോദിക്കാൻ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പം എന്നോട് ഈ കൂടെയുള്ള പ്രവർത്തകർ പറയുന്നുണ്ട്, അഞ്ജലി അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് 5 മിനിറ്റോടെ അവിടെ പോകണം, പക്ഷെ ഇവിടെ 4 വീട് കവർ ചെയ്യാതെ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ ഓട്, ഞാൻ ഓടാം, ആ വീടെത്തുമ്പോൾ നമുക്ക് നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിയപ്പോൾ പെട്ടെന്ന് ഞാനൊരു അമ്മുമ്മയെ കണ്ടു. ശ്രദ്ധിച്ചില്ല ഞാൻ ആ അമ്മ അവിടെ നിൽക്കണത്. ഞാൻ ആ 4 വീട്ടിലേക്കാണ് ഫോക്കസ് ചെയ്ത് പോയത്. പോയ പോലെ ഞാൻ തിരിച്ചോടുമെന്ന് ഞാൻ അമ്മയോട് സംസാരിച്ചു. പക്ഷെ ഒരു ബഹുമാനമില്ലാതെ ഓടി വോട്ട് ചോദിച്ചു എന്നുള്ള രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തു. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടത്, എന്ത് കാര്യമാണെങ്കിലും പുറത്തു വന്നതെല്ലാം അത്തരത്തിലുള്ള വേറെ അർത്ഥത്തിൽ വേറെ രീതിയിൽ പകുതിയോളം എഡിറ്റ് ചെയ്ത് ആദ്യവും ഇല്ല അവസാനവും ഇല്ല, അതിന്റെ എന്തെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് പുറത്തു വരികയാണ്. പിന്നെ ഈ പറയുന്നവരൊക്കെ എനിക്ക് നല്ല PR വർക്കുകൾ തരുന്നതുകൊണ്ട് അത് എത്രത്തോളം എന്റെ ചക്ക ഇത് എല്ലാവരിലേക്ക് എത്താൻ പറ്റുമോ അത് ഭയങ്കര ഗുണമായി മാറി. കാരണം മുൻപരിചയം ഒന്നും ഉള്ള ഒരാളല്ല, അങ്ങനെ വന്നിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റിയെങ്കിൽ അതും വിജയം തന്നെയാണ് അല്ലേ? ഇനി ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പേ വേറൊന്നും കൂടെ ചോദിച്ചോട്ടെ. പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പല സെലിബ്രിറ്റീസും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറഞ്ഞ കാര്യമാണ്, BJP NDA ഇത്തരത്തിലുള്ള സെലിബ്രിറ്റി കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത്? അവർക്ക് യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്സ് നോളജോ കാര്യങ്ങളോ എക്സ്പീരിയൻസോ ഇല്ല, അവരെ എന്തിന് ഇങ്ങനെ NDA കൊണ്ടുവരുന്നു? അതേ സമയത്ത് അത്രയും നാൾ ആ നാടിനെ അറിയുന്ന ആൾക്കാര്, ആ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യരവിടെ ഉണ്ട്, എന്തുകൊണ്ട് അവരെ ഇങ്ങനെ പിന്തള്ളിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ഫേസിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന്? എന്താണ് അവർക്കൊരു ഉത്തരം പറയാനുള്ളത്? അതൊരിക്കലും ഞാൻ പറയേണ്ട ഒരു ഉത്തരമല്ല. കാരണം അതൊരു പ്രസ്ഥാനം, ആ ഒരു പാർട്ടി തീരുമാനിക്കുകയും അവരുടെ ഒരു തീരുമാനത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നൊരു സ്ട്രാറ്റജി ആയിരിക്കാം ഒരു പക്ഷെ അത്. പക്ഷെ അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവുണ്ട്. എത്രത്തോളം പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് അറിയാവുന്ന, എത്ര വർഷങ്ങളായി ഇവിടെ, എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഞാനിതിൽ പുതിയൊരാളാണ്. ഞാൻ ചോദിക്കാൻ പോകുമ്പോഴും അവരെനിക്ക് കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയാൻ ആവർത്തിക്കുന്നത്. ഇതൊക്കെ ഈ പൊളിറ്റീഷ്യൻസ്മാരുണ്ടായിരുന്ന കാലത്ത് നടന്നിട്ടുള്ള കാര്യമല്ലേ, എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്തിട്ടുള്ള കാര്യമല്ലേ. മറ്റു 2 പാർട്ടിക്കാരുടെ പേര് എടുത്തെടുത്ത് പറയുന്ന രാഷ്ട്രീയം പറയുന്ന ആൾക്കാരും അതിൻ്റെ അനുഭാവികളൊക്കെ ഉള്ള നാട്ടിൽ തന്നെയല്ലേ എല്ലാം നടക്കുന്നത്. 10 പേർക്ക് നല്ലത് കാണിച്ചു കൊടുത്തിട്ട് 10,000 പേരെ കരയിക്കുന്നതാണ് ഇവരുടെ രാഷ്ട്രീയം. ആ 10 പേര് ജയ് വിളിക്കുമ്പോഴും 10,000 പേരുടെ കരച്ചിൽ കാണുന്നില്ല. ആ 10 പേരുടെ ജയം കൊണ്ടാണ് പിന്നെയും ആ പാർട്ടി വീണ്ടും ആ പ്രസ്ഥാനത്തിൽ ജയം അവർക്ക് കിട്ടുന്നതെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ചാൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവരോടും. നിങ്ങൾക്ക് നല്ലത് വരാൻ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലൂടെ നിങ്ങൾക്ക് നല്ലത് എത്തിച്ചേരണമെങ്കിൽ, ആ നന്മ ഉണ്ടാവണമെങ്കിൽ, നാളത്തേക്കുള്ള സന്തോഷം ഉണ്ടാവണമെങ്കിൽ എനിക്കൊരു ചാൻസ് തരൂ, എൻ്റെ പാർട്ടിക്കൊരു ചാൻസ് കൊടുക്കൂ എന്നാണ് ഞാൻ പറയുന്നത് വോട്ട് ചെയ്യുമ്പോൾ, ചോദിക്കുമ്പോൾ. ഓൾറെഡി പറഞ്ഞ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസും ഗെയിമും ഡേർട്ടി പൊളിറ്റിക്സും ഒക്കെ അറിയുന്ന ആൾക്കാരല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഭരിച്ചതും. എന്നിട്ടും ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഇതല്ലേ ജനങ്ങൾ പറയുന്നത്. എന്തുണ്ട്, ഞങ്ങൾക്ക് എന്താ കിട്ടിയെന്ന്. ഒരു 10 പേര് ജയ് വിളിക്കുമ്പം ഇപ്പുറത്തെ ആരുടെയും കാണുന്നില്ല ആരും. അതാണ് ഞങ്ങളിപ്പോ കാണിക്കാൻ ശ്രമിക്കുന്നത്. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരടുത്ത് ഞങ്ങൾ കണ്ണ് തുറന്നു നോക്കാനാ പറയണേ. വെളിച്ചമുണ്ട്, ഞങ്ങൾ ഉണ്ട് ഇവിടെ, ആ ഞങ്ങൾക്ക് ഒരു ചാൻസ് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അഞ്ജലിയുടെ ഉള്ളിന്റെ ഉള്ളിൽ അഞ്ജലി ജയിച്ചതായിട്ട് അഞ്ജലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അഞ്ജലി, എനിക്കറിയാം, വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് അടുത്താണെങ്കിലും പ്രൈവറ്റ് സ്പേസിൽ ഇരിക്കുമ്പോഴും അല്ലെ പാർട്ടി ഓഫീസിൽ ഇരുന്നാണെങ്കിലും ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കും 4th റിസൾട്ട് വന്ന് കഴിയുമ്പോൾ. എനിക്കിങ്ങനെ അഞ്ജലി, എനിക്കിപ്പോ ഫീൽ ചെയ്യാം അഞ്ജലിയുടെ ഒരു എക്സൈറ്റ്മെന്റ്. ആദ്യം ഓടുന്നത് എന്ത് ചെയ്യാനായിരിക്കും? കാരണം അഞ്ജലിയുടെ ലിസ്റ്റിൽ എനിക്കറിയാം പല കാര്യങ്ങളുണ്ടാവും, ധൃതി കൂട്ടി ചെയ്യാനായിട്ട് അഞ്ജലി വെയിറ്റ് ചെയ്യായിരിക്കും. പക്ഷെ അതിന്റെ ഏറ്റവും ടോപ്പ് ഫസ്റ്റ് എന്തായിരിക്കും? സത്യം പറഞ്ഞ പുറത്തരേഷന്റെ അമ്പലത്തിൽ പോവാന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. അതിൽ ഇനി അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും പുറത്ത് നിന്ന് ഭഗവാനെ കണ്ട് ആ ഒരു അനുഗ്രഹം വാങ്ങുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അതിനുശേഷം ഞാൻ പ്രചരണ സമയത്ത് ഒരുപാട് പേരുടെ കൈക്കുള്ളിൽ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ജയിച്ചാൽ ഞാൻ വരാം, ജയിച്ചാൽ എനിക്ക് വിരുന്നൊരുക്കാൻ നിൽക്കുന്ന, എന്നെ സ്നേഹം കൊണ്ട് മൂടാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് പ്രായഭേദമന്യേ ആണെങ്കിലും, ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും, അതൊക്കെ ലിസ്റ്റായിട്ട് എനിക്ക് അവിടെ എല്ലാം പോകണം. ഒന്നും കൂടെ എനിക്ക് ഈ പ്രചരണം പോയ എല്ലാ വഴികളിലൂടെയും പോകണം. അതാ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. പ്രവർത്തനങ്ങളിലാണെങ്കിൽ എന്താ ചെയ്യാൻ പോണത് ആദ്യം?
ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് എൻ്റെ 2 പ്രസ്ഥാനത്തിൽ നിന്ന് എന്തെല്ലാം എനിക്ക് ലഭ്യമാവോ അതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണം. അത് ചെറുതും ആയിക്കോട്ടെ വലുതും ആയിക്കോട്ടെ. അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് അതിൻ്റെ ടെക്നിക്കാലിറ്റിയും അത് എന്തുകൊണ്ട് ഇത്രയും കാലം വൈകിയത് മനസ്സിലാക്കിയിട്ടും അത് എത്രയും പെട്ടെന്ന് എങ്ങനെ സാധ്യമാക്കാന്ന് അറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കാൻ ഞാൻ എൻ്റെ കഴിവിനേക്കാൾ മേലെ ഞാൻ പരിശ്രമിക്കും. ഇനി നമുക്ക് പൊളിറ്റിക്സ് ആണ്, ഇതൊരു ഇലക്ഷൻ ആണ്. ചിലപ്പം ജയിക്കാം. ഇപ്പൊ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ നിന്നാലും നമുക്കൊന്നും അറിയില്ല. തീർച്ചയായിട്ടും. ചിലപ്പം നമ്മൾ തോൽക്കാം, അല്ലെ? നമുക്കൊന്നും തീർച്ചയായിട്ടും. അറിയില്ല. ഇനി അഞ്ജലി മറിച്ചും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, തോൽക്കുകയാണെങ്കിൽ? അങ്ങനെയാണെങ്കിലും അഞ്ജലിയുടെ ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തിയിട്ടുണ്ടോ? എന്തായിരിക്കും? തീർച്ചയായിട്ടും ഞാനത് ആവർത്തിനെ എൻ്റെ മനസ്സിൽ ഞാൻ അത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. മത്സരമായതുകൊണ്ട് തോൽക്കുകയാണെങ്കിൽ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പോഴും ഞാൻ അവർക്കിടയിൽ ഉണ്ടാവും. തോൽക്കുകയാണെങ്കിലും ഞാൻ അവർക്കിടയിൽ ആ ഫാമിലി ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. അവരുടെ ചെറിയ ആവശ്യങ്ങൾക്കാണെങ്കിലും വലിയ ആവശ്യങ്ങൾക്കാണെങ്കിലും ഏത് സമയവും ഞാൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ തിരിച്ച് പഴയ പോലെ നമ്മൾ കൂടുതൽ ബിസിനസ്സിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യും. കാരണം ആരൊക്കെ പിന്നെ ഒറ്റപ്പെടുത്തുന്ന അറിയില്ല, സിനിമയിൽ ആരൊക്കെ പിന്നെ ഒറ്റപ്പെടുത്തുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ ആലോചിക്കണം, പുതിയ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യണം. അതൊക്കെ നാളെയുടെ ഒരു കാര്യമല്ലേ, അത് അപ്പൊ ചിന്തിക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴേ നമ്മൾ അതില് അങ്ങനെ ഒരുപാട് ആലോചിക്കുന്നില്ല. കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. എന്നാലും ഇത്രയും നാളും പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ എന്ന് കേട്ടെടുത്ത് ഇനി മുതൽ ഒരു പക്ഷെ കേൾക്കാൻ പോകുന്നത് നമ്മുടെ MLA അഞ്ജലി. ഇത് രണ്ടും ഏതാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സുഖം തരുന്നത്? സ്വാഭാവികമായിട്ട് ഇപ്പൊ രണ്ടാമത് പറഞ്ഞതാണ്. കാരണം നമ്മുടെ MLA തൃപ്പൂണിത്തുറയിൽ 40 വർഷത്തിൽ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ വനിതാ MLA തന്നെ ഉണ്ടായിട്ടില്ല എന്ന അക്ഷരാർത്ഥത്തിൽ പറയുന്ന സ്ഥലത്താണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് അവിടെയുള്ള പ്രവർത്തകര് പല വേദികളിൽ സംസാരിക്കുമ്പോഴും, അഞ്ജലി വനിതാ MLA ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ സ്ത്രീകൾക്ക് കെട്ടിപ്പിടിച്ച് സംസാരിക്കാം, നിങ്ങളുടെ സ്ത്രീകൾക്ക് വിഷമമായിട്ട് എന്തൊക്കെ വിഷമഘട്ടങ്ങളാണെങ്കിലും അഞ്ജലി എടുത്ത് ഓടിയെത്താം, അഞ്ജലി നിങ്ങൾ വനിതകളുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എൻ്ററാകും. ഞാൻ പറയും, അഞ്ജലി വനിതകളുടെ കൂടെ മാത്രമല്ല, അഞ്ജലി പുരുഷന്മാരുടെ കൂടെയും ഉണ്ടാകും. ത്രാസിൽ 2 പേരെയും കൊണ്ടു നടക്കാനാണ് എനിക്ക് ആഗ്രഹം. 2 പേരുടെയും ഒരേപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കല്. വനിത ജയിച്ച വനിതകൾക്ക് മാത്രം വനിതാ സാക്ഷരത ഒന്നുമില്ല. എവ്രിവൺ ഈസ് ഈക്വൽ. അത് താഴെത്തട്ടിലുള്ള ആൾക്കാരാണെങ്കിലും മുകളിൽ തട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിലും. അതെപ്പോഴും ഞാൻ ചെറുതിലേ മുതൽ അങ്ങനെ തന്നെയാണ് എല്ലാരെയും ഞാൻ കാണുന്നതും അവരുടെ കൂടെ ഉള്ളതും ഒക്കെ. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് MLA എന്നുള്ള രീതിയിൽ അഞ്ജലി അങ്ങ് എത്തും. ഓക്കെ. അപ്പൊ മെയ് എന്ന് പറയണ മാസം, അതായത് 2026 മെയ് ഒരിക്കലും അഞ്ജലിയുടെ ജീവിതത്തിൽ നിന്ന് മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ തരുന്ന ഒരു സമയമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ അതിനോടടുത്ത് തന്നെയാണ് നമ്മുടെ ദൃശ്യത്തിന്റെ 3ാമത്തെ ഭാഗം റിലീസ് ആവാൻ പോണത്. 3ാമത്തെ ഭാഗത്തിൽ അഞ്ജലി ഉണ്ടോ? ഇല്ല, ഞാനില്ല. എന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷം ഇതിനിടയിൽ ഞാൻ അറിഞ്ഞത് ദൃശ്യം 2 തിയേറ്റർ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് നല്ല ഒന്ന് പോയി കാണണം എന്നുണ്ട് സമയത്ത്. അപ്പൊ അതും ദൃശ്യത്തിലെ അഞ്ജലിയുടെ കഥാപാത്രം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കഥാപാത്രമല്ലേ? അപ്പൊ അതും ഇപ്പൊ ഈ ഇലക്ഷനും ഇതെല്ലാം കൂടെ ഏകദേശം ചേർന്ന് തന്നെ വന്ന് നിൽക്കുകയാണ്, അല്ലേ? ഓക്കെ. അപ്പൊ ആ സന്തോഷം. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇപ്പൊ MLA ആയിന്ന് വെക്കുക, അപ്പൊ അഞ്ജലിയുടെ അടുത്ത മുന്നോട്ടുള്ള പ്ലാൻ എന്താ? സിനിമ വിടുകയാണോ അതോ സിനിമയും ഇതും ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനാണ്. സിനിമയായാലും ബിസിനസ് ആയാലും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം തന്നെയാണ് താല്പര്യം. പിന്നെ നാളെയുടെ തിരക്ക് എന്താകും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ അതിനെ കുറിച്ച് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ചിന്തിച്ചു പോയെങ്കിലും അധികം ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോ അതിനെ പുസ്തകം അടച്ചു വരുന്നിടത്ത് വെച്ച് കാണാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഒരു നിൽക്കുന്ന സമയത്ത് അഞ്ജലി ലൈഫിൽ വിചാരിക്കാത്ത, അല്ലെങ്കിൽ എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു പ്രൊജക്ട് സിനിമയിൽ നിന്നും വരുന്നു. അതേ സമയം തന്നെ ഇവിടെ MLAക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ, അതും അത്രയും അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഇറങ്ങേണ്ട ഒരു സമയമാണ്. ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഇതേ ചൂസ് ചെയ്യും. പ്രവർത്തനം തന്നെയായിരിക്കും ഉറപ്പായിട്ട്.